ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 9 ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സൈസ് 1.5 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തത് 2^2/3 ഡോട്ട് എന്ന് പറയുന്നത് ഇൻറ്റുവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇൻറ്റു 2^1/5. ഇത് a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയിലാണ് കിടക്കുന്നത് കേട്ടോ. എന്താണ് a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m+n ആണ്. അപ്പോൾ ഈ ഫ്രാക്ഷനുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. 2^2/3 + 1/5 ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യണം. അതായത് 2 × 5 10 പ്ലസ് 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 5 15. 10 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 13/15. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാ? 2^13/15. ദെൻ സെക്കൻഡ് വൺ 1/3^3 നമ്മൾ ഒരു ബ്രാക്കറ്റിന് പുറത്ത് നമുക്കൊരു സ്ക്വയർ വരികയാണെന്നുണ്ടെങ്കിൽ അത് ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ നമ്പറിനും കൊടുക്കണം. അപ്പോൾ 1/7/3^3 1/7 1 തന്നെയാണ്. 3^3 എന്താ? a⁻m എന്താ? a⁻mn അല്ലേ? അപ്പോൾ 3^3 × 7 21. ദെൻ 3^-21 ആയ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 1/a⁻m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m ആണ്. നമ്മൾ ഈ ഐഡന്റിറ്റി നേരെ തിരിച്ചിങ്ങോട്ട് എടുത്തു. a⁻m എന്ന് പറഞ്ഞാൽ 1/a⁻m ആണ്. അപ്പോൾ 1/a⁻m എന്താണ്? a⁻m. അങ്ങനെയാണ് 3^-21 ഇത് നമ്മൾ എഴുതിയത്. ഓക്കെ, 1/3^21 3^-21 എന്ന് എഴുതി. അടുത്ത് 11^1/2 ഡിവൈഡ് ബൈ 11^1/4 a⁻m ഡിവൈഡ് ബൈ a⁻n എന്നാണ്. അത് a⁻m-n. അപ്പോൾ 1/2 - 1/4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4 4 മൈനസ് 1 × 2 2 2 × 4 8. സോ 4 - 2 2 ആണ്. 2/8 അതിന് ചെറുതാക്കുമ്പോൾ 1/4 തന്നെ കിട്ടും. 2നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1, 8നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 4, it's 1/4. സോ 11^1/4. അടുത്ത് 7^1/2 ഇൻറ്റു 8^1/2. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ 7^1/2 7^2 രണ്ടും 7^2 എന്നായിരുന്നു. ഇവിടെ പവറുകളാണ് സെയിം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി a⁻m ഇൻറ്റു b⁻m = ab⁻m എന്നാണ്. അപ്പോൾ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പവർ സെയിം ആണെന്നുണ്ടെങ്കിൽ ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറുകൾ തമ്മിൽ, എന്നിട്ട് അതേ പവർ കൊടുക്കുക. ഇനി ബേസ് സെയിം ആണെന്നുണ്ടെങ്കിൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യാം മൾട്ടിപ്ലിക്കേഷനിൽ. ഓക്കെ, സോ 7 × 8 56 ആണ്. 56^1/2.